ഓക്കെ, ഈസ് ക്ലിയർ? കേൾക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ ഓക്കെ, ബി ആൻ എൻവയോൺമെന്റ് ഫ്രണ്ട് അല്ലേ? അപ്പോൾ എൻവയോൺമെന്റ് ഫ്രണ്ട് ആയിട്ട് ഇരിക്കുക എന്നാണ് പറയുന്നത്. അതിന് എന്താണ് എൻവയോൺമെന്റ് എന്ന് വെച്ചാൽ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ സറൗണ്ടിങ്സ് ആണ് അല്ലേ? ലിവിങ് തിങ്സ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ഒക്കെ ഉണ്ട്. നമ്മുടെ ചുറ്റുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്, ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ്. ഓക്കെ, ബി ആൻ എൻവയോൺമെന്റ് ഫ്രണ്ട്. ഡു യു വാണ്ട് ടു ബി എ ഫ്രണ്ട് ഓഫ് ദ എൻവയോൺമെന്റ്? നിങ്ങളോട് ചോദിക്കുകയാണ് അല്ലേ, ഡു യു വാണ്ട് ടു ബി എ ഫ്രണ്ട് ഓഫ് ദ എൻവയോൺമെന്റ്? നിങ്ങളൊരു എൻവയോൺമെന്റിന് ഫ്രണ്ട് ആയിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എൻവയോൺമെന്റ് എന്ന് വെച്ചാൽ നമ്മുടെ പരിസ്ഥിതിയാണല്ലേ. അപ്പോൾ പരിസ്ഥിതിയുടെ ഫ്രണ്ട് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ രണ്ടുപേരും ഫ്രണ്ട്സ് ആണെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ ഫ്രണ്ട്സിന് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ അവർക്ക് വിഷമുണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യില്ല അല്ലേ? അതുപോലെയാണ് എൻവയോൺമെന്റ് ഫ്രണ്ട് ആയാലും. എന്താണ്? എൻവയോൺമെന്റിനെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ വേണ്ടി പാടില്ല. ചില സ്ഥലത്ത് നിങ്ങൾ എന്താണ് എവിടെയെങ്കിലും പാർക്കിലോ അല്ലെങ്കിൽ ഫോറസ്റ്റോ ഒക്കെ കാണാൻ പോയാൽ ചിലപ്പോൾ എന്തുണ്ടാവും, എൻവയോൺമെന്റ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡൊക്കെ കാണാം അല്ലേ? അതെന്താണ്? അവിടെ നമ്മൾ പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ കുപ്പികളോ വേസ്റ്റുകളോ ഒന്നും കൊണ്ട് ഇടാനൊന്നും പാടില്ല അല്ലേ? ചില സ്ഥലത്ത് ഉണ്ടല്ലേ പ്ലാസ്റ്റിക് ഒക്കെ നമ്മൾ എടുത്തിട്ട് പോയാൽ എന്ത് ചെയ്യണം? അത് അതുപോലെ നമ്മൾ തിരിച്ചു കൊണ്ടുവരണം അല്ലേ? അവിടെ ഒന്നും ചെയ്യാൻ വേണ്ടി പാടില്ല. അതൊക്കെ എന്താണ്? എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി സ്ഥലങ്ങളാണ്. അപ്പൊ അതുപോലെയാണ് ചോദിക്കുന്നത്, ഡു യു വാണ്ട് ടു ബി എ ഫ്രണ്ട് ഓഫ് ദ എൻവയോൺമെന്റ്? നിങ്ങൾ എൻവയോൺമെന്റിന്റെ ഫ്രണ്ട് ആകാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടോ? യു വിൽ ബി ഇഫ് യു ഡു ദിസ്. അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ ഒരു എൻവയോൺമെന്റ് ഫ്രണ്ട് ആകണമെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യണം. അതായത് എൻവയോൺമെന്റിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾ ചെയ്യാൻ വേണ്ടി പാടില്ല. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണെന്ന് നോക്കാം. കീപ് യുവർ സറൗണ്ടിങ്സ് ക്ലീൻ, ഓൾവേസ് ത്രോ വേസ്റ്റ് ഇൻ ദ ഡസ്റ്റ്ബിൻ അല്ലേ? നമ്മളൊരു എൻവയോൺമെന്റ് ഫ്രണ്ട് ആകണമെങ്കിൽ നമ്മൾ ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇതൊക്കെ വായിച്ച് ഫോളോ ചെയ്ത് ഇന്നു മുതൽ എന്താകണം? എല്ലാവരും എന്ത് ചെയ്യണം? എൻവയോൺമെന്റ് ഫ്രണ്ട് ആകണം അല്ലേ? ഫസ്റ്റ് വൺ എന്താണ്? ഡു യു വാണ്ട് ടു കീപ് യുവർ സറൗണ്ടിങ്സ് ക്ലീൻ. എന്ത് ചെയ്യണം? നമ്മുടെ സറൗണ്ടിങ്സ് എപ്പോഴും ക്ലീൻ ആയിരിക്കണം അല്ലേ? യു മസ്റ്റ് ക്ലീൻ യുവർ സറൗണ്ടിങ്സ്. ബെനീറ്റ ഇവിടെ ശ്രദ്ധിക്കുമോളെ, നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ചുറ്റുപാടുകളൊക്കെ ക്ലീൻ ചെയ്ത് നല്ല നീറ്റ് ആക്കി വെക്കണം അല്ലേ? ഓൾവേസ് ത്രോ വേസ്റ്റ് ഇൻ ദ ഡസ്റ്റ്ബിൻ. എന്താണ്? എപ്പോഴും വേസ്റ്റ് ഒക്കെ എന്ത് ചെയ്യണം? വേസ്റ്റ് ബോക്സിൽ മാത്രം ഇടുക അല്ലേ? ചപ്പ് ചവറുകളൊന്നും വലിച്ചിടാൻ പാടില്ല, വൃത്തികേടായി സൂക്ഷിക്കാൻ പാടില്ല. നമ്മുടെ സറൗണ്ടിങ്സ്, അതായത് നമ്മുടെ വീട്, നമ്മുടെ പരിസരം, നമ്മുടെ സ്കൂള്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നല്ല ക്ലീൻ ആയിട്ട് വെക്കണം നമ്മുടെ ചുറ്റുപാടുകൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താവും? ബി ആൻ എൻവയോൺമെന്റ് ഫ്രണ്ട്. ആൻഡ് എന്ത് ചെയ്യണം? വേസ്റ്റ് ഒക്കെ എപ്പോഴും ഡസ്റ്റ്ബിന്നിൽ മാത്രം ത്രോ ചെയ്യുക അല്ലേ? വേസ്റ്റ് ഒന്നും വലിച്ച് ചാടാൻ പാടില്ല, റോഡ് സൈഡിലൊന്നും വേസ്റ്റ് ഇടാൻ പാടില്ല, അങ്ങനെ ചെയ്യണം. ആൻഡ് പ്ലാന്റ് ട്രീസ്, സ്പ്രെഡ് ദ മെസ്സേജ്. എന്ത് ചെയ്യണം? പ്ലാന്റ് ട്രീസ്, എന്ത് ചെയ്യണം? ചെടികൾ നടണം അല്ലേ? മരങ്ങൾ നടണം. ഒത്തിരി മരങ്ങൾ നട്ടാൽ മാത്രമാണ് എന്താണ് നമുക്ക് നല്ല ഫ്രഷ് എയർ ഒക്കെ കിട്ടുള്ളൂ. നല്ല മരങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് ഫ്രഷ് എയറും ഒക്കെ നമുക്ക് കിട്ടുക. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്ലാന്റ് ട്രീസ് അല്ലേ? എപ്പോഴും മരങ്ങളൊക്കെ നമ്മൾ നടണം അല്ലേ? ദെൻ സ്പ്രെഡ് ദ മെസ്സേജ്. ഏത് മെസ്സേജ് സ്പ്രെഡ് ചെയ്യണം? ലെറ്റ് ഈച്ച് ചൈൽഡ് പ്ലാന്റ് എ ട്രീ. ഓരോ കുട്ടിയും എന്ത് ചെയ്യണം? ഒരു മരം നടണം എന്നുള്ള ഒരു മെസ്സേജ് നമ്മൾ സ്പ്രെഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എന്താണ്? ഒരുപാട് കുട്ടികൾ ഉണ്ടാകുന്നതിനനുസരിച്ച് മരങ്ങളുടെ എണ്ണമൊക്കെ കൂടി വരും. അതുകൊണ്ട് എന്താണ്? ഓരോ കുട്ടിയും ഒരു മരം നടണം അല്ലേ? നമ്മൾ എന്താണ് ഒരു തൈ നടാന്നൊക്കെ പറഞ്ഞ ഒരു പ്രോഗ്രാം ഒക്കെ ചെയ്തതാണല്ലേ? ഓക്കെ, അപ്പൊ അതാണ് ലെറ്റ് ഈച്ച് ചൈൽഡ് പ്ലാന്റ് എ ട്രീ. ഓരോ കുട്ടിയും എന്ത് ചെയ്യണം? ഓരോ മരം നടണം. യൂസ് ക്ലോത്ത് ഓർ ജൂട്ട് ബാഗ്സ്, ദേ ആർ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി. എന്ത് ചെയ്യണം? യൂസ് ക്ലോത്ത് ഓർ ജൂട്ട് ബാഗ്. എന്ത് ചെയ്യണം? തുണി സഞ്ചികളോ, ജൂട്ട് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ടൈപ്പ് ഓഫ് ക്ലോത്ത് ആണ്. അങ്ങനത്തെ സഞ്ചികളോ നമ്മൾ എപ്പോഴും, അതായത് ജൂട്ട് എന്ന് വെച്ചാൽ ഈ ചാക്കൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ചാക്ക്, അതൊക്കെ പോലെയുള്ള ടൈപ്പ് ഓഫ് സഞ്ചികളാണ്. അതായത് തുണിയാണ്, ഒരു ടൈപ്പ് ഓഫ് ക്ലോത്ത് ആണ് അത്. യൂസ് ക്ലോത്ത് ഓർ ജൂട്ട് ബാഗ്. ഒന്നുകിൽ തുണി സഞ്ചിയോ അല്ലെങ്കിൽ ജൂട്ട് ബാഗുകളോ നമ്മൾ യൂസ് ചെയ്യണം അല്ലേ? പ്ലാസ്റ്റിക് കവേഴ്സ് ഒന്നും യൂസ് ചെയ്യരുത്. പ്ലാസ്റ്റിക് കവേഴ്സ് ഒക്കെ കൊണ്ടുവന്നാൽ എന്താണ്? അതൊക്കെ മണ്ണിനടിയിൽ വെച്ചാൽ എത്ര വർഷം കഴിഞ്ഞാലും
അത് അവിടെ തന്നെ കിടക്കും അല്ലേ, അത് നശിച്ചു പോവുകയില്ല. അപ്പൊ അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ തുണിസഞ്ചികളോ ജൂട്ട് ബാഗുകളോ യൂസ് ചെയ്യണം. ഓക്കെ. സേവ് ഇലക്ട്രിസിറ്റി, സ്വിച്ച് ഓഫ് ലൈറ്റ്സ് ആൻഡ് ഫാൻസ് വെൻ യു ഡു നോട്ട് നീഡ് ദം. എന്ത് ചെയ്യണം? സേവ് ഇലക്ട്രിസിറ്റി അല്ലേ, ഇലക്ട്രിസിറ്റി ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? സേവ് ചെയ്യണം അല്ലേ. നമ്മളെപ്പോഴും കരുതും എന്താണ്, നമ്മളാണ് കറണ്ട് ബില്ല് പേ ചെയ്യുന്നത്, അതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ എന്ത് ചെയ്യും, ലൈറ്റും ഫാനും ഒക്കെ ഇടാറുണ്ട്. പക്ഷെ എന്താണ്, നമ്മളത് ഓവറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല അല്ലേ. നമ്മൾ ക്യാഷ് കൊടുത്തിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പോലും അത് നമ്മൾ സേവ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് അല്ലേ. നമുക്ക് മാത്രം ജീവിച്ചാൽ മതിയോ? പോരല്ലോ, ഇനിയും ഒരുപാട് ആൾക്കാർ വരികയും ജീവിക്കുകയും ഒക്കെ ചെയ്യേണ്ട സ്ഥലമാണിതല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും നന്നായിട്ട് ശ്രദ്ധിക്കണം അല്ലെ, സൂക്ഷിക്കണം. നമ്മൾ ചിലപ്പോൾ കരുതും നമ്മൾ ജീവിച്ച് നമ്മൾ അങ്ങ് പോയി കഴിഞ്ഞാൽ എന്താണ്, പിന്നെ ഒരാൾ ഉണ്ടാവില്ല എന്ന്. അങ്ങനെയല്ല അല്ലെ, ഒരുപാട് ജനറേഷൻ ഈ ഭൂമിയിൽ ജീവിച്ചു. അവര് നമുക്ക് എന്ത് ചെയ്തു? ഈ നമ്മുടെ എൻവയോൺമെന്റ്, നമ്മുടെ ഭൂമി നമുക്ക് തന്നു അല്ലെ. നമ്മൾ ജീവിച്ചിട്ട് എന്ത് ചെയ്യണം? ഇനി വരുന്ന ആൾക്കാർക്ക് അത് കൊടുക്കാനുള്ളതാണല്ലേ. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? നശിപ്പിക്കാൻ വേണ്ടി പാടില്ല. എല്ലാ സാധനങ്ങളും നമ്മൾ സേവ് ചെയ്യണം. ട്രീസ് ആണെങ്കിലും ആരൊക്കെയോ പണ്ട് നമ്മുടെ മുന്നേ ജീവിച്ച ആൾക്കാർ നട്ട സാധനങ്ങളാണല്ലേ. ഇപ്പൊ കാണുന്ന മരമൊക്കെ ആരാണ്? നമ്മൾ ഉണ്ടാക്കിയതാണോ? അല്ല, പണ്ട് പണ്ടേ ഉള്ള ആൾക്കാർ നട്ടിട്ട് പോയതിൽ നിന്ന് ഉണ്ടായതാണല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇനി വരാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മളും ചെയ്യാനുണ്ടല്ലേ കുറെ കാര്യങ്ങൾ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇലക്ട്രിസിറ്റി ഒക്കെ സേവ് ചെയ്യണം. നമ്മൾ മുഴുവൻ യൂസ് ചെയ്ത് തീർത്താൽ പിന്നെ ഇനി വരാൻ പോകുന്നവർക്ക് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇലക്ട്രിസിറ്റി ഒക്കെ നമ്മൾ എപ്പോഴും സേവ് ചെയ്യണം. അതായത് സ്വിച്ച് ഓഫ് ലൈറ്റ്സ് ആൻഡ് ഫാൻസ് വെൻ യു ഡു നോട്ട് നീഡ് ദം. നമുക്ക് ആവശ്യമില്ലെങ്കിൽ ലൈറ്റും ഫാനും ഒക്കെ ഓഫ് ചെയ്യണം. ഫാനും ലൈറ്റും ഒന്നും ഇട്ട് വെച്ചിട്ട് പോകാൻ വേണ്ടി പാടില്ല. നമ്മുടെ ആവശ്യം കഴിയുമ്പോൾ ഓഫ് ചെയ്യുക, ആവശ്യമുണ്ടാകുമ്പോൾ വീണ്ടും ഓൺ ചെയ്യുക. Then do not cause noise pollution. Keep the volume of the radio, the music system and the television low. Do not cause noise pollution. എന്താണ്? ശബ്ദ മലിനീകരണം ഉണ്ടാക്കാൻ വേണ്ടി പാടില്ല. ഒരുപാട് പൊല്യൂഷൻ ഉണ്ട് അല്ലേ. സോയിൽ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പൊല്യൂഷൻ ഉണ്ട് അല്ലേ. പൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്? മലിനീകരണം അല്ലേ. അപ്പം അതുപോലെ ഒന്നാണ് ശബ്ദ മലിനീകരണവും അല്ലേ. ശബ്ദവും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒരുപാട് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? അതൊരു മലിനീകരണമാക്കിയിട്ട് മാറ്റാൻ വേണ്ടി പാടില്ല. കീപ് ദ വോളിയം ഓഫ് ദ റേഡിയോ, ദ മ്യൂസിക് സിസ്റ്റം ആൻഡ് ദ ടെലിവിഷൻ ലോ. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ റേഡിയോയുടെയും മ്യൂസിക് സിസ്റ്റത്തിന്റെയും ടെലിവിഷന്റെയും ഒക്കെ ശബ്ദം കുറച്ച് വെക്കണം അല്ലേ. കുറച്ച് വെക്കണം എന്ന് വെച്ചാൽ എന്താണ്? കേൾക്കാൻ പറ്റാത്ത രീതിയിൽ കുറച്ച് വെക്കണം എന്നല്ല, നമുക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ മാത്രം വെക്കുക. മറ്റുള്ളവർക്ക് അതുകൊണ്ടൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അതുപോലെ നമ്മൾ സ്കൂളിൽ വന്നാൽ എന്ത് ചെയ്യണം? ശബ്ദം ഉണ്ടാക്കാതിരിക്കണം അല്ലേ. മറ്റുള്ളവരെ ശല്യം ചെയ്യാൻ വേണ്ടി പാടില്ല. നമ്മൾ ശബ്ദം ഉണ്ടാക്കിയിട്ട് ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ വോയിസും ഒരു വലിയ പൊല്യൂഷൻ ആണ് അല്ലേ. ശബ്ദം കൊണ്ട് ഒരുപാട് പേര് ശബ്ദം ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ തോന്നാറുണ്ട് അല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ടിവിയും റേഡിയോയും മ്യൂസിക്കും ഒക്കെ നമ്മുടെ വീട്ടിൽ കേൾക്കാൻ വേണ്ടി മാത്രം വെക്കുക. മറ്റുള്ളവർക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകാൻ വേണ്ടി പാടില്ല. ഡു നോട്ട് വേസ്റ്റ് വാട്ടർ. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് അല്ലേ. ഡു നോട്ട് വേസ്റ്റ് വാട്ടർ. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? വെള്ളം വേസ്റ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല. ടേൺ ഓഫ് ദ ടാപ്പ് വെൻ നോട്ട് ഇൻ യൂസ്. എന്താണ്? വെള്ളം ഉപയോഗിക്കുന്നില്ല എങ്കിൽ ടാപ്പ് ഓഫ് ചെയ്ത് വെക്കുക. ഡു നോട്ട് വേസ്റ്റ് വാട്ടർ, ടേൺ ഓഫ് ദ ടാപ്പ് വെൻ നോട്ട് ഇൻ യൂസ്. വെള്ളം ഉപയോഗിക്കാത്ത സമയത്ത് ടാപ്പ് ഓഫ് ചെയ്ത് തന്നെ ഇടുക. നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അല്ലേ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താവും? വി ആർ ആൻ എൻവയോൺമെന്റ് ഫ്രണ്ട് അല്ലേ. നമ്മൾ എന്താവും? ഒരു എൻവയോൺമെന്റ് ഫ്രണ്ട് ആവും. നമ്മുടെ പരിസ്ഥിതിന്റെ ഒരു ഫ്രണ്ടായിട്ട് മാറും അല്ലേ നമ്മൾ. അതിനു വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാനാണ് പറയുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ബി ആൻ എൻവയോൺമെന്റ് ഫ്രണ്ട് ഈസ്, ഫസ്റ്റ് വൺ ഈസ് keep your surroundings clean and always throw waste in the dustbin. Keep your surroundings clean. നമ്മുടെ പരിസരം എന്ത് ചെയ്യുക? നല്ല വൃത്തിയാക്കി സൂക്ഷിക്കുക. Always throw waste in the dustbin. എപ്പോഴും എന്ത് ചെയ്യുക? Always throw the waste in the dustbin അല്ലേ. വേസ്റ്റ് ഒന്നും അവിടെയും ഇവിടെയും വലിച്ചു ചാടാതെ always throw it ഡസ്റ്റ്ബിൻ അല്ലെ. ഒരു ഡസ്റ്റ്ബിന്നിൽ, ഒരു വേസ്റ്റ് ബോക്സിൽ മാത്രം വേസ്റ്റ് ഒക്കെ ഇടുക. എന്ത് ചെയ്യുക? എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ അത് ക്ലീൻ ആക്കിയിട്ട് എവിടെയെങ്കിലും കൊണ്ട് നമ്മൾ ക്ലീൻ ആക്കി എങ്ങനെയെങ്കിലും അത് നശിപ്പിക്കണം അല്ലേ. ആൻഡ് പ്ലാന്റ് ട്രീസ്, സ്പ്രെഡ് ദ മെസ്സേജ്. എന്ത് ചെയ്യുക? പ്ലാന്റ് ട്രീസ് അല്ലേ, മരങ്ങൾ നടണം. എന്നിട്ട് ഈ മെസ്സേജ് സ്പ്രെഡ് ചെയ്യണം. എന്താണ്? ലെറ്റ് ഈച്ച് ചൈൽഡ് പ്ലാന്റ് എ ട്രീ. ഓരോ കുട്ടിയും
ഒരു മരം നടണമെന്നുള്ള മെസ്സേജ് നമ്മൾ സ്പ്രെഡ് ചെയ്യണം. ദെൻ യൂസ് ക്ലോത്ത് ഓർ ജൂട്ട് ബാഗ്. എപ്പോഴും തുണിസഞ്ചിയോ ജൂട്ട് ബാഗുകളോ ഒക്കെ യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എന്താണ്, ദേ ആർ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആണ് അല്ലെ. അതൊക്കെ നമ്മൾ ചിലപ്പോൾ പിന്നെ മണ്ണിൽ എവിടെയെങ്കിലും ചാടിക്കഴിഞ്ഞാൽ അല്ലെ, തുണികളും തുണിസഞ്ചിയും ഈ ജൂട്ട് ബാഗും ഒക്കെ നമ്മൾ എവിടെയെങ്കിലും ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അതെന്താണ്, ആ മണ്ണിന്റെ കൂടെ അലിഞ്ഞത് അതിൽ മിക്സ് ആകും. പക്ഷെ പ്ലാസ്റ്റിക്കിന്റെ സാധനങ്ങൾ എങ്ങനെയാണ്, ഒരിക്കലും അത് നശിച്ചു പോയില്ല അല്ലെ, എത്ര വർഷം കഴിഞ്ഞാലും അവിടെ തന്നെ കിടക്കും അത്. അപ്പൊ അതെന്താണ്, എൻവയോൺമെന്റിന് മോശമാണല്ലേ. അപ്പൊ നമ്മൾ ഒരു എൻവയോൺമെന്റ് ഫ്രണ്ട് ആണെങ്കിൽ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല. സേവ് ഇലക്ട്രിസിറ്റി, സ്വിച്ച് ഓഫ് ലൈറ്റ് ആൻഡ് ഫാൻസ് വെൻ യു ഡു നോട്ട് നീഡ് ദം. സേവ് ഇലക്ട്രിസിറ്റി അല്ലെ, എപ്പോഴും വൈദ്യുതി നമ്മൾ സേവ് ചെയ്യണം. ബിക്കോസ് ഇറ്റ് ഈസ് വെരി എസെൻഷ്യൽ അല്ലേ. നമുക്ക് കറണ്ട് ഇല്ലാതെ എന്താണ് നമുക്ക് ഒട്ടും പറ്റില്ല അല്ലെ. ഇപ്പൊ എന്താണ്, പ്രത്യേകിച്ച് ഈ ടൈമിൽ നമുക്ക് എന്ത് വേണം, ഇലക്ട്രിസിറ്റി വെരി എസെൻഷ്യൽ ആണ്. അപ്പൊ നമ്മുടെ ഇതുകൊണ്ട് എന്താണ്, ഇലക്ട്രിസിറ്റി ഒന്നും നഷ്ടമാവാൻ വേണ്ടി പാടില്ല. അപ്പൊ നമ്മൾ സ്വിച്ച് ഓഫ് ലൈറ്റ് ആൻഡ് ഫാൻസ് വെൻ യു ഡു നോട്ട് നീഡ് ദം, നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് എന്ത് ചെയ്യണം, ഒക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണം അല്ലേ. വെറുതെ ഒന്നും ഓൺ ചെയ്ത് വെച്ചിട്ട് അവിടെ ഇവിടെയും പോകാൻ വേണ്ടി പാടില്ല. ആൻഡ് ഡു നോട്ട് കോസ് നോയിസ് പൊല്യൂഷൻ, നമ്മൾ ശബ്ദ മലിനീകരണത്തിന് നമ്മളൊരു കാരണമാകാൻ വേണ്ടി പാടില്ല. എന്താണ്, കീപ് ദ വോളിയം ഓഫ് ദ റേഡിയോ, ദ മ്യൂസിക് സിസ്റ്റം ആൻഡ് ദ ടെലിവിഷൻ ലോ. കീപ് ദ വോളിയം ഓഫ് ദ റേഡിയോ, റേഡിയോന്റെ സൗണ്ട്, റേഡിയോ, TV, മ്യൂസിക് സിസ്റ്റം, ഇതിന്റെ ഒക്കെ സൗണ്ട് എന്ത് ചെയ്യണം, നമ്മൾ നന്നായിട്ട് കുറച്ച് ലോ ആക്കി വെക്കണം അല്ലെ. നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ മാത്രം ആക്കി വെക്കുക. ആൻഡ് ഡു നോട്ട് വേസ്റ്റ് വാട്ടർ, നോട്ട് വേസ്റ്റ് വാട്ടർ, നമ്മൾ ഒരിക്കലും വെള്ളം എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, വേസ്റ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല. ടേൺ ഓഫ് ദ ടാപ്പ് വെൻ നോട്ട് ഇൻ യൂസ്. ഇറ്റ് ഈസ് നോട്ട് ഇൻ യൂസ്, വി മസ്റ്റ് ടേൺ ഓഫ് ദി ടാപ്പ് അല്ലേ. ഉപയോഗിക്കുന്നില്ല എങ്കിൽ ടാപ്പ് ഒക്കെ ഓഫ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? നിദ ഫാത്തിമ അൺമ്യൂട്ട് ചെയ്ത് മോളെ, അൺമ്യൂട്ട് ചെയ്യൂ മോളെ, unmute yourself. Okay, first point ഒന്ന് വായിച്ചു മോളെ നിദ. Keep your surroundings clean. Always throw what's in waste in the dustbin. Okay, അങ്ങനെ വെച്ചാൽ എന്താണ്, കീപ് യുവർ സറൗണ്ടിങ്സ് ക്ലീൻ, ഓൾവേസ് ത്രോ വേസ്റ്റ് ഇൻ ദ ഡസ്റ്റ്ബിൻ. എന്താണ് അതിന്റെ മീനിങ്? എന്താണ്? ഡസ്റ്റ്ബിനില് വേസ്റ്റ് ഒക്കെ ഡസ്റ്റ്ബിനിൽ മാത്രമേ ഇടാവൂ. എന്ത് ചെയ്യണം? കീപ് യുവർ സറൗണ്ടിങ്സ് ക്ലീൻ. എന്താണ് കീപ് യുവർ സറൗണ്ടിങ്സ് ക്ലീൻ എന്ന് വെച്ചാല്? സറൗണ്ടിങ്സ് എന്ന് വെച്ചാൽ എന്താണ് മോളെ? തിരഞ്ഞെടുത്ത് സറൗണ്ടിങ്സ്. മൂന്നാല് തവണ എന്ത് ചെയ്തു പറഞ്ഞു, പോയിന്റ് വീണ്ടും 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 എക്സ്പ്ലെയിൻ ചെയ്തു അല്ലേ. അപ്പോൾ പറയുന്ന സമയത്ത് ഇവിടെ തന്നെ ശ്രദ്ധിക്കാം. ഓക്കെ, കീപ് യുവർ സറൗണ്ടിങ്സ് ക്ലീൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ചുറ്റുപാടുകൾ ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക. ഓൾവേസ് ത്രോ വേസ്റ്റ് ഇൻ ദ ഡസ്റ്റ്ബിൻ. എപ്പോഴും വേസ്റ്റ് ഒക്കെ വി മസ്റ്റ് ത്രോ ഇൻ ദ ഡസ്റ്റ്ബിൻ. ഓക്കെ, നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക? സറൗണ്ടിങ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റുപാടുകളാണ്. We must keep our surroundings clean and always throw waste in the dustbin. എപ്പോഴും എന്ത് ചെയ്യണം? വേസ്റ്റ് ഒക്കെ ഡസ്റ്റ്ബിനിൽ മാത്രം ത്രോ ചെയ്യാം. ഓക്കെ, and plant trees, spread the message, let each child plant a tree. And plant trees അല്ലേ, നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും മരങ്ങൾ നടുക അല്ലേ. ആൻഡ് സ്പ്രെഡ് ദ മെസ്സേജ്. വിച്ച് മെസ്സേജ്? ലെറ്റ് ഈച്ച് ചൈൽഡ് പ്ലാന്റ് എ ട്രീ. ഓരോ കുട്ടി എന്ത് ചെയ്യണം? ഒരു മരം നടണം എന്നുള്ള മെസ്സേജ് നമ്മൾ സ്പ്രെഡ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു കാര്യം വായിക്കുമ്പോൾ അതിൻ്റെ മീനിങ് പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടാത്ത വേർഡുകളാണെങ്കിൽ എന്ത് ചെയ്യണം? നന്നായി ശ്രദ്ധിച്ചിട്ട് എന്താണ് പറയുന്നത് എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കത് നന്നായിട്ട് വായിക്കാൻ വേണ്ടി കിട്ടും. ഇപ്പൊ തന്നെ ഒരു പോയിന്റ് എത്ര തവണ പറയുന്നുണ്ട്, എന്നിട്ടും നിങ്ങൾക്ക് മനസ്സിലാകാതിരിക്കരുത് എന്ന് കരുതിയാണ് മലയാളത്തിലും കൂടെ പറയുന്നത് അല്ലെ. സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഇതൊക്കെ ഒന്ന് വായിച്ച്
പോകാം. പക്ഷെ എന്താണ്, അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്കത് മനസ്സിലാകണമല്ലോ എന്താണ് പറയുന്നതെന്ന്. അതുകൊണ്ടാണ് മലയാളത്തിൽ 2ഓ അതിലധികമോ തവണ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്നിട്ട് പോലും അത് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാതിരിക്കുന്നത് ഭയങ്കര കഷ്ടമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നന്നായിട്ട് ശ്രദ്ധിക്കുക തന്നെ വേണം എന്താണ് പറയുന്നത് എന്ന്. ഓക്കെ, എന്നിട്ട് ടെക്സ്റ്റ് ബുക്ക് അടച്ചു വെക്കുന്നതിന് മുമ്പ് 1ഓ 2ഓ തവണ വായിക്കുകയും കൂടെ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ക്ലിയർ ആവൂ. ഓക്കെ, ദെൻ third one, use cloth or jute bags. They are environment friendly. Use cloth or jute bag. എപ്പോഴും എന്ത് ചെയ്യുക, ക്ലോത്തിൻ്റെയോ ജൂട്ട് ബാഗുകളോ യൂസ് ചെയ്യുക. They are environment friendly. And save electricity. Switch off lights and fans when you do not need them. എപ്പോഴും എന്ത് ചെയ്യുക, ഇലക്ട്രിസിറ്റി സേവ് ചെയ്യുക. സ്വിച്ച് ഓഫ് ലൈറ്റ് ആൻഡ് ഫാൻ, ലൈറ്റും ഫാനും സ്വിച്ച് ഓഫ് ചെയ്യുക. വെൻ യു ഡു നോട്ട് നീഡ് ദം, നിങ്ങൾക്കത് ആവശ്യമില്ലെങ്കിൽ എപ്പോഴും ലൈറ്റും ഫാനും ഒക്കെ നന്നായിട്ട് ഓഫ് ചെയ്തിട്ട് മാത്രം പോവുക. ആൻഡ് ഡു നോട്ട് കോസ് നോയിസ് പൊല്യൂഷൻ. കീപ് ദ വോളിയം ഓഫ് ദ റേഡിയോ, ദ മ്യൂസിക് സിസ്റ്റം ആൻഡ് ദ ടെലിവിഷൻ ലോ. എപ്പോഴും എന്ത് ചെയ്യണം, ടെലിവിഷൻ, റേഡിയോ, മ്യൂസിക് സിസ്റ്റം ഇതിൻ്റെയൊക്കെ സൗണ്ട് ലോ ആക്കി മാത്രം വെക്കുക. ദെൻ ലാസ്റ്റ് വൺ, ഡു നോട്ട് വേസ്റ്റ് വാട്ടർ. ടേൺ ഓഫ് ദ ടാപ്പ് വെൻ നോട്ട് ഇൻ യൂസ്. ഉപയോഗിക്കുന്നില്ല എങ്കിൽ പൈപ്പുകളൊക്കെ എന്ത് ചെയ്യാം, ഓഫ് ആക്കി വെക്കുക. ക്ലിയർ? നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ എന്നാല്? ഓക്കെ, നന്നായിട്ട് 2ഓ 3ഓ പ്രാവശ്യം വായിച്ചു നോക്കിയിട്ട് മാത്രം ടെക്സ്റ്റ് ബുക്ക് അടച്ചു വെക്കുക. ഓക്കെ ഓക്കെ